മാരേജ് എന്ന് പറയുന്നത് ലവ് മാത്രമല്ല, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടു. എനിക്കൊരു അറിവ് വെച്ച പ്രായം മുതൽ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മാരേജിൻ്റെ സമയത്ത് എൻ്റെ വാപ്പീനെ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. എല്ലാ കാര്യവും കൂടെ നമ്മൾ അവരുടെ മേത്തേക്ക് ഇടുന്നത് ശരിയല്ലല്ലോ. അവർ ഇത്രയും നാൾ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു സഹായമായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഗിഫ്റ്റ് ആയിരിക്കും. ശരിക്കും മാരേജിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. നമ്മൾ ഗേൾസ് എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക. അത് ഗേൾസ് എന്നല്ല, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക. ബിക്കോസ് ആ ഒരു ഇൻഡിപെൻഡൻസ് ഒരിക്കലും ഒരു സപ്പോർട്ട് മാത്രമല്ല, അതൊരു പവറും കൂടെയാണ്. ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, മണീനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വേണ്ടത് ലവ് ആണെന്നുള്ളത്. ലവ് വേണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പൈസ ഉള്ള ഒരാൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇനിയും പൈസ വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ലവിൻ്റെ ആവശ്യമായിരിക്കും കൂടുതലുള്ളത്. പക്ഷെ സാധാരണക്കാരുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഡെഫിനറ്റ്ലി മണി തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അയാൾക്ക് ചിലപ്പം ലവ് ഒരു മാറ്റർ ആയെന്ന് വരുന്നില്ല. ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങുന്ന സമയത്ത് എനിക്ക് ആ പൈസ തരുമോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഈ സാധനം വാങ്ങുക, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയുന്നത് ഒരു പവറല്ലേ. ആൻഡ് ആസ് എ 2026 ബ്രൈഡ് എനിക്ക് പ്രൗഡ്ലി പറയാൻ വേണ്ടി പറ്റും, എൻ്റെ മാരേജിന് ഞാൻ ചെറുതായിട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നും ആൻഡ് ഞാൻ എൻ്റെ ഓരോ സ്റ്റെപ്പ് നടത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. ആൻഡ് ഗേൾസ്, നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വൈസ്ലി വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ലൈഫ് ഒന്നേ ഉള്ളൂ. ആൻഡ് അത് നമ്മൾ വൈസ്ലി നല്ല പാർട്ട്ണറെ സെലക്ട് ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി മാക്സിമം നോക്കുക.